നേരത്തെ പറഞ്ഞു നല്ല നടനാണെന്ന് നമ്മൾ പറഞ്ഞു. സിനിമയിൽ അഭിനയിക്കാൻ വല്ല ഓഫറും വന്നിട്ടുണ്ടായിരുന്നു? പലപ്പോഴും ഈ ചില ഗസ്റ്റ് അപ്പിയറൻസ് എല്ലാം ചില പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സമയവും ചെയ്തിട്ടില്ല. അഭിനയിക്കാൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ ഈ കോളേജിൽ പഠിക്കുമ്പോ, യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോ അന്ന് LDF ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥൊരു ഡോക്യുമെന്ററി എടുത്തു. PT കുഞ്ഞുമോളായിരുന്നു അതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ആളാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലായിരുന്നു അതിന്റെ ഷൂട്ടിങ്. അപ്പൊ അതില് ഞാനിങ്ങനെ ഒരു അഭിനയിച്ചില്ല. അങ്ങനെയാണ് ഞാൻ സ്ക്രീനിൽ പണ്ട് ഞാൻ പെട്ടെന്നോർത്തതാണ്. അല്ലാതെ സമീപകാലത്ത് പിന്നീട് രാഷ്ട്രീയ രംഗത്ത് മുഖ്യധാരയിലേക്ക് വന്നതിന് ശേഷം പലപ്പോഴും പല സുഹൃത്തുക്കളും പല സിനിമകളിലേക്കും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് പോയിട്ടില്ല, അല്ലെങ്കിൽ സമയമോ സാഹചര്യമോ തോന്നില്ല, നടന്നിട്ടില്ല. അല്ല, വേണ്ട എന്ന് വെച്ചിട്ടില്ല. ഇല്ല, എനിക്ക് താല്പര്യമുള്ളതാണ്. അല്ലേ? അഭിനയിക്കുന്നത് താല്പര്യമുള്ള അഭിനയിക്കാനും ഡബ് ചെയ്യാനും താല്പര്യമുള്ളതാണ്. ഡബ് ചെയ്യാൻ എടുത്തു പറയാനുള്ള കാരണം എനിക്ക് ശബ്ദം എനിക്ക് ഭയങ്കര താല്പര്യം. ശബ്ദവിന്യാസം അത് എൻ്റെ ഒരു പാഷനാണ്. ഞാൻ ഡോക്ടർ ബിജുവിന്റെ ഒരു സിനിമയില് ഒരു ചെറിയൊരു ഭാഗം ഡബ് ചെയ്തു, വളരെ ചെറിയൊരു ഭാഗം. ഏത് സിനിമയായിരുന്നു? ഞാൻ ആ സിനിമയുടെ പേര് മറന്നുപോയി. കുറെ കാലങ്ങൾക്ക് മുമ്പാണ്. ഒരു ചെറിയ ഭാഗമാണ്. നമ്മുടെ അനൂപ് ചന്ദ്രൻ അല്ലേ? അനൂപ് ചന്ദ്രൻ ഫ്രെയിമിൽ വരുന്നൊരു സീനാണ്. അപ്പൊ അനൂപ് ചന്ദ്രൻ ഒരു കോളാമ്പിയിലൂടെ ഒരു പ്രസംഗം കേട്ടിട്ട് വരുന്നുണ്ട്. ആ പ്രസംഗം ഡബ് ചെയ്തതാണ്. അത് ഡബ് ചെയ്തായിരുന്നു. ഈ പറഞ്ഞ പ്രാസംഗികന്മാരില്, രാഷ്ട്രീയ പ്രാസംഗികന്മാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാസംഗികൻ ആരാണ്? ഒരുപാട് പേരുണ്ട്. നമുക്ക് എനിക്കൊക്കെ കുറെ ആളുകളുടെ പേര് എന്റെ മനസ്സിലൊക്കെ ഓടിയെത്തുന്നത്. നയനാർ പുസ്തകം ഭയങ്കര ഇഷ്ടം. ഇപ്പോഴും പല ശൈലികളാണ് പലർക്കും. പന്നീൻ രവീന്ദ്രൻ സ്റ്റൈല് വേറെയാണ്. അങ്ങനെ കുറെ ഒരുപാട് പേരുണ്ട്. ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. ഉന്നയിക്കുന്ന വിഷയങ്ങൾ, വിഷയത്തിന്റെ ഇത് അങ്ങനെയൊക്കെയാണ്. എനിക്കെപ്പോഴും എൻ്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു ശൈലി എനിക്ക് കൂടുതൽ ഇഷ്ടവും വളരെ ഷാർപ്പായതും വൈകാരികവുമായതുമായ പ്രസംഗമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഷാർപ്പായതും വൈകാരികമായതുമായ പ്രഭാഷണങ്ങൾ അത് ഒരുപാട് പേരുടെ അതൊരു പിന്തുടർന്നൊന്നും പോയിട്ടില്ലോ. അവരുടെ അത് അപകടം ചെയ്യും. അങ്ങനെ പോകരുത്. അങ്ങനെ പോയാലും നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് അതങ്ങ് അബ്സർവ് ചെയ്ത് കളയും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. ഈ പറഞ്ഞതുപോലെ ഇലക്ഷൻ ഒക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എല്ലാവർക്കും പറയാൻ പറ്റുമോ? മത്സരത്തിനുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്ന, പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഇല്ല, അങ്ങനെ ഒരു ആലോചന നടത്തിയിട്ടില്ല. ചോദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങോട്ടൊക്കെയാ പോകുന്നത് മനസ്സിലായി. ഇല്ല, അങ്ങനെ ഒരു ആലോചന അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഇടതുപെട്ട ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കേണ്ട തെരഞ്ഞെടുപ്പ്. അതുണ്ടാകും. നിയമസഭയിൽ ഹാട്രിക് അടിക്കുമോ? ഉറപ്പ്. കാരണം ഞാൻ ഉറപ്പെന്ന് പറയാൻ കാരണം ജനങ്ങൾ അത് സ്വീകരിക്കും. ഞങ്ങൾ ജനങ്ങളിൽ അങ്ങേയറ്റം വിശ്വാസം അർപ്പിച്ച് പറയുകയാണ്. ഉറപ്പാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഇനിയും നല്ല നല്ല വേഷങ്ങൾ കിട്ടട്ടെ സിനിമയിൽ. എനിക്ക് അതാണ് പറയാനുള്ളത്. എന്റെ ഏരിയ അതല്ല. നല്ല വേഷങ്ങൾ കിട്ടണം. അല്ല, എന്റെ ഏരിയ അതല്ല. താങ്കൾ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ നല്ല വേഷങ്ങളും കിട്ടണമെന്ന് എന്റെ ഒരു ആഗ്രഹം. താങ്കളെ ബിഗ് സ്ക്രീനിൽ കാണണം, മിനി സ്ക്രീനിലാണ് കാണണം, നമ്മള് ടിവിയിൽ ചർച്ചകൾ കാണുന്നു. പിന്നെ ഡബ്ബിംഗ് എന്ന് പറഞ്ഞത് വലിയൊരു കലയാണ്, വലിയ കലാവാസം. അതെനിക്ക് വേണ്ടി താല്പര്യമുള്ളത്, വലിയ ഒരു കഴിവാണ്. ഇത് രണ്ടും താല്പര്യം. ഞാൻ അങ്ങ് ചോദിച്ചപ്പോ വളരെ തുറന്ന മനസ്സോടുകൂടി ഞാനൊക്കെ സംസാരിച്ചതാണ്. അങ്ങനെയാണ് നമ്മൾ വർത്തമാനം പറയുമ്പോൾ തുറന്ന് നിങ്ങളോടല്ലല്ലോ, പ്രേക്ഷകരോട് കൂടിയാണല്ലോ. അതെ. അപ്പൊ നമ്മളെ കേൾക്കുന്ന ആളുകളോട് നമ്മള് മറച്ചു വെച്ചല്ലോ പറയാം. അല്ല, നമ്മള് അങ്ങനെ പറഞ്ഞു പോകുന്നതാണല്ലോ നല്ലത്. അതെ. എങ്കിലും ഒത്തിരി സന്തോഷം. താങ്കളോടും പലപ്പോഴും താങ്കളുടെ ഷോ, താങ്കളുടെ ഇന്റർവ്യൂസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ചലച്ചിത്ര താരങ്ങളുമായിട്ടൊക്കെയുള്ള വളരെ നല്ല ഇന്റർവ്യൂറാണ്. ജേർണലിസം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്റർവ്യൂർ എന്നുള്ളതിലും താങ്കൾ വളരെ നല്ല നിലയിലാണ്, സ്കിൽഡാണ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. ഒത്തിരി സന്തോഷം. താങ്ക് യു. ശരി. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. അൽ അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പെരുമ്പലിച്ചിറ, തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡേഴ്സ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.